സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി എന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാവരും എന്നോട് കാണിക്കുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാം ഞാൻ പ്രത്യേകം നന്ദി ആദ്യമേ പറഞ്ഞു കൊള്ളുന്നു. ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻ്റ് ഇട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. ഒന്ന് കാണണം കേട്ടോ. നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ഞാൻ രാവിലെ വറുക്കാൻ തുടങ്ങി. ഞാൻ വറുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയല്ലേ വറുത്തുകൊണ്ടിരിക്കുന്ന എന്തോ പറഞ്ഞിട്ട് ഇതൊരു ദോശപ്പൊടിക്ക് വേണ്ടി വറുക്കുകയാണ്. അരക്കപ്പ് ഉഴുന്നും അരക്കപ്പ് സാമ്പാർ പരിപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് മുളക് പൊടി, കായപ്പൊടി, ഉപ്പുപൊടി ഇതെല്ലാം ചേർത്ത് വറുത്ത് പൊടിച്ച് വച്ചിരുന്ന ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച് കുറച്ച് പൊടിയെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് സുഖമില്ലാതെ കിടക്കുമ്പോഴോ ചമ്മന്തി അരയ്ക്കാൻ സാമ്പാർ വയ്ക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാകുമ്പോഴോ പെട്ടെന്ന് ആരെങ്കിലും വന്നാലോ ഒക്കെ ഇത് കൊടുത്ത് മാനേജ് ചെയ്യാം. അപ്പം ഞാനിത് വറുത്തൊന്ന് റെഡിയാക്കട്ടെ. ഞാൻ വറുത്ത ദോശപ്പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എരിവ് മുളക് പൊടി വളരെ കുറച്ചാണ് ചേർത്തത്. കാരണം എനിക്ക് എരിവ് കൂടുതൽ കഴിച്ചു കൂടാതുകൊണ്ട് അതാണ് ഈ കളർ. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി മുളക് പൊടി ചേർക്കാം. അപ്പോൾ നല്ല ചുവന്ന കളറിലിരിക്കും. ഞാൻ ഇവിടെ ഒഴിയാതെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കും. എല്ലാം തീർന്നു പോയി കേട്ടോ. ഇതിൽ മുളക് പൊടിയും ഉപ്പ് പൊടിയും കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതിനെ ഇനി പാക്ക് ചെയ്ത് ബോട്ടിൽ പാക്ക് ചെയ്ത് വെച്ചിരുന്നാൽ പുറത്തിരിക്കും. എത്ര മാസം വേണമെങ്കിലും പുറത്തിരിക്കും, എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇത് ധാരാളം ദിവസം ഇരിക്കും. അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് കുറച്ച് ചീര എടുത്ത് തോരൻ വയ്ക്കാൻ പോവുകയാണ്. എല്ലാം വേണ്ട, കുറച്ച്. ഇത് നല്ല ഫ്രഷ് ചീരയാണ്. യാതൊരുവിധ മരുന്നടിക്കുകയോ വളങ്ങൾ ഇടുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്ത ഫ്രഷ് നമ്മളെ ഒറിജിനൽ ചാണകവും വെള്ളവും മാത്രം ചേർത്ത് വളർന്നതാണ്. നമ്മളെ വീടിനടുത്തുള്ള ഒരു വയലിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമുക്കറിയാം അതൊക്കെ എങ്ങനെയുള്ളതാണ്. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നമ്മൾ അരമണിക്കൂർ ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർന്ന വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വീണ്ടും 3-4 വെള്ളം നല്ലപോലെ കഴുകിയെടുക്കും. ഇതെനിക്കൊരു 2-3 വെള്ളം കഴുകിയെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇതിനെ ഞാൻ തോരൻ റെഡിയാക്കട്ടെ. അങ്ങനെ ചീരത്തോരൻ റെഡിയായി. ആ ചീര ഞാൻ കഴുകി വെള്ളം വാരാൻ വെച്ചിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തു. ഈ ചീരച്ചട്ടിയിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ചേർത്ത് 1 നുള്ളു പൊടി മതിയാവും ആയിരുന്നു ചേർത്ത് വറുത്തതിന് ശേഷം ഇച്ചിരി തേങ്ങ, മുളക് പൊടി, വെളുത്തുള്ളി, ജീരകവ മിക്സി വെച്ച് ഒതുക്കി ചേർത്ത്. തേങ്ങയും വളരെ കുറച്ച്, കൂടിപ്പോയാൽ ചീരയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. നല്ല കളർ കണ്ടോ, നല്ല ചുവന്ന കളർ. ഫുള്ള അയണാണ്. ഹീമോഗ്ലോബിൻ കൂടും. ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്ക് ഇത് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ ജോലി കൂടി ഉണ്ട് എനിക്ക്. ഇത്രയും ചിക്കനുണ്ട് പുരട്ടി വെച്ചിട്ടുണ്ട്, ഒന്ന് ഫ്രൈ ചെയ്യണം. അതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ ഇന്ന് ഉച്ചയ്ക്കുള്ള ജോലി തീരും. ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ വളരെ സന്തോഷം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.